الله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി അള്ളാഹുവിൻ്റെ വിധികൾക്കനുസൃതമായി ജീവിതം പാകപ്പെടുത്തണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുക. അല്ലാഹു തആല അവന്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ അവൻ തൃപ്തിപ്പെട്ട് അവന്റെ അനുഗ്രഹമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാണ്. സഹോദരന്മാരെ, ഇന്ന് ഈ കാലത്ത് നാം കടന്നുപോകുന്ന കാലാവസ്ഥ വളരെയധികം വിഷമകരമായ, പ്രയാസമേറിയ, കഠിനമായ ചൂടിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേള ഇത്രയും ചൂടുള്ള ഒരവസ്ഥയിൽ അവസ്ഥ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുകയാണ്. സൂര്യതാപം ഏറ്റുകൊണ്ട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാം, കോഴിക്കോടും മലപ്പുറത്തും ഇന്നലെ സൂര്യതാപം ഏറ്റുകൊണ്ട് ഈ കഠിനമായ ചൂട് സഹിക്കവയ്യാതെ ജീവിതം വെടിഞ്ഞിരിക്കുന്നു. ആ പത്രത്തിൽ തന്നെ നമുക്ക് കാണാം, എണ്ണമില്ലാത്ത കാലികൾ ചൂട് സഹിക്കവയ്യാതെ ചത്തുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് മാത്രം 30ഓളം പശുക്കൾ ഒത്ത വാർത്തയും നമുക്ക് ഇന്ന് പത്രത്തിൽ വായിക്കുവാൻ സാധിച്ചു. സ്വാഭാവികമായും ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സത്യവിശ്വാസികൾ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ആദ്യമായി പറയുവാനുള്ളത്, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരിക്കലും നാം നമ്മെ ബാധിക്കുന്ന വിധത്തിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. ശരീരം നമ്മുടേതാണ്, പക്ഷേ അതിനെ നശിപ്പിക്കുവാനുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ട വകുപ്പുകളിൽ നിന്ന്, ആരോഗ്യ വകുപ്പുകളിൽ നിന്നൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാണ്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾക്ക് കാണാം, 11 മണി മുതൽ 3 മണി വരെ പുറത്ത് ജോലി ചെയ്യുവാൻ പാടില്ല. സംഘടനകളെന്ന് പറയട്ടെ, ഇന്നലെ മരിച്ച 2 പേരും ഈ പറഞ്ഞ സമയത്ത് പുറത്ത് ജോലി ചെയ്തിരുന്നവരായിരുന്നു എന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യത. അപ്പോ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതാണല്ലോ
ഏതെങ്കിലും സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും അടച്ചുപൂട്ടണമെന്ന് ഗവൺമെന്റ് ഓർഡർ ഇറക്കുമാറുണ്ടായി. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ നമ്മുടെ ശരീരങ്ങളെ നശിപ്പിക്കുവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായും ഒരു സത്യവിശ്വാസി ഇതുപോലെയുള്ള സന്ദർഭം നേരിടേണ്ടി വരുമ്പോൾ ജലത്തിന്റെ ദൗർലഭ്യത, മഴ ലഭിക്കാതിരിക്കുക, വെള്ളം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുക, കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭം വന്നാൽ നിങ്ങൾ അല്ലാഹുവിനോട് മഴയെ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കണം. സലാത്തുൽ ഇസ്തിസ്ഖാ, മഴ ജലാർച്ചന നമസ്കാരം, മഴയെ തേടിയുള്ള നമസ്കാരം, അങ്ങനെ നമസ്കാരം തന്നെ ഉണ്ട്. അത് നിങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ശക്കന്നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖുദ്റത്തിൽ മതർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾ ആവലാതി പറഞ്ഞു, മഴ വർഷിക്കാതെ ഭൂമി വരണ്ടു പോവുകയാണ്. ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സ്ഥലം എന്നാണ്. പുറത്ത് നമസ്കരിക്കുവാൻ പറ്റിയ സ്ഥലത്ത് ഒരു മിമ്പർ കൊണ്ടുപോയി വെക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ജനങ്ങളോട് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു. ആ ദിവസത്തിൽ എല്ലാവരും ആ പറഞ്ഞ സ്ഥലത്തേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ആ ദിവസം നിശ്ചയിച്ച ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെങ്ങനെ ഉദിച്ചുയരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മിമ്പറിൽ ഇരുന്നു കൊണ്ട് തക്ബീർ ചൊല്ലി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക്കും ശകൗതും ജസദിയായിക്കും, നിങ്ങളുടെ വീടുകളിൽ വരൾച്ച അനുഭവപ്പെടുന്നു എന്ന് നിങ്ങൾ ആവലാതിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മഴ വൈകിക്കൊണ്ടിരിക്കുന്നു എന്നും നിങ്ങൾ ആവലാതിപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഉള്ള സന്ദർഭത്തിൽ അല്ലാഹു തആല നിങ്ങളോട് അവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടർന്ന് ഹദീസ് തുറന്നു പോവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ ഏകനാണ്, അൻതൽ ഗനിയ്യു, നീ ഐശ്വര്യവാനാണ്, നഹ്നുൽ ഫുഖറാ, ഞങ്ങൾ ദരിദ്രന്മാരാണ്, അൻസിൽ അലൈനൽ ഗൈസ് തുടങ്ങിയ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണമേ തുടങ്ങി ഉള്ള പ്രാർത്ഥന അദ്ദേഹം നടത്തി. പിന്നെ നമസ്കരിക്കുകയും നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ അല്ലാഹു തആല മേഘങ്ങൾ ഉണ്ടാക്കുകയും ഇടിയും മിന്നലും ഉണ്ടാവുകയും പിന്നെ അല്ലാഹുവിന്റെ അനുവാദത്തോടെ അവിടെ റഹ്മാൻ വർഷിക്കുകയും ചെയ്തു. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നേരത്തെ പറഞ്ഞ ഒന്ന് നമ്മുടെ ശരീരം സൂക്ഷിക്കുക, രണ്ട് മഴ ഇല്ലാതിരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമസ്കരിക്കുക, അല്ലാഹുവിനോട് ആവശ്യപ്പെടുക. മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം,
വളരെ കുറഞ്ഞ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ ഭൂമിയിൽ തന്നെ 2.7% വെള്ളം മാത്രമാണ് മനുഷ്യർക്ക് കുടിക്കുവാൻ യോഗ്യമായിട്ടുള്ളത്. അത്രയേ വെള്ളമുള്ളൂ. അതുകൊണ്ട് വെള്ളം പാഴാക്കി കളയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് രീതിയിലാണെങ്കിലും ശരി, പുഴയിൽ നിന്നും പൊതുവെടുക്കുമ്പോൾ പോലും നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കോരിയെടുക്കാവൂ എന്ന് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അനാവശ്യമായ വെള്ളം ചെലവഴിക്കുവാൻ പാടില്ല. ഏത് കാര്യത്തിനാണെങ്കിലും, വൃത്തിയാക്കുവാനാണെങ്കിലും, നനയ്ക്കാനാണെങ്കിലും, എന്തിനുപയോഗിക്കുകയാണെങ്കിലും ആളുകൾക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ലോകത്തൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഒരു സ്ഥലം നിർജ്ജനമായ സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അവിടെ വെള്ളം ലഭ്യമല്ല. അവിടെയുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസത്തിൽ 1 ലിറ്റർ വെള്ളം, അതിന് തന്നെ ഇത്ര പൈസ കൊടുക്കണം എന്നൊക്കെയും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ, ലാത്തൂർ പോലെയുള്ള മഹാരാഷ്ട്രയില്, ലാത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ദിവസേന ട്രെയിൻ മുഖേന വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല അന്വേഷിച്ചാൽ നമുക്ക് പലതും കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ വെള്ളമില്ലായ്മ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അതിന്റെ ഉപയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനസ്സിയാസീൻ എന്ന് പറഞ്ഞത് എല്ലാറ്റിനെയും ഉൾപ്പെടുന്നതാണ്. പാടില്ല, ദുർഭയമായി വെള്ളം ചെലവഴിക്കുവാൻ. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കഠിനമായ ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് എന്തൊരു നശിച്ച ചൂടാണിത്. മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും എന്തൊരു നശിച്ച മഴ. ഇപ്രകാരം നമ്മൾ കാലത്തെ ചീത്ത പറയുവാൻ പാടില്ല, ദുഷിക്കുവാൻ പാടില്ല. നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. അന്നനി അനദ്ദഹർ, കാരണം ഞാനാകുന്നു കാലം. അതുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ നടപടിക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കളിയാക്കുവാനോ ചീത്ത പറയുവാനോ ആക്ഷേപിക്കുവാനോ സത്യവിശ്വാസികൾക്ക് അനുവാദമില്ല എന്നതുകൂടി നാം ശ്രദ്ധിക്കണം. അപ്പോൾ സഹോദരന്മാരെ, പറഞ്ഞു വന്നത് വെള്ളം അത് അനിവാര്യമായ ഒരു സംഗതിയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവൻ നിലനിർത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെള്ളം വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ചൂട് കഠിനമായിക്കൊണ്ടിരിക്കുമ്പോൾ, കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും സത്യവിശ്വാസി ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു തആല എന്തുകൊണ്ട് നമ്മോട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു? സ്വാഭാവികമായും വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രകൃതിപരമായ ഒരു പ്രതിഭാസമാണോ? നമുക്ക് ആലോചിച്ചാൽ അറിയാം, സ്വാഭാവികമായും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുവാനുള്ള കാരണം നിങ്ങൾക്കറിയാമല്ലോ. പ്രകൃതിയെ നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാടുകൾ വെട്ടിത്തെളിയിക്കുകയാണ്, മരങ്ങൾ ഇല്ലാതാക്കുകയാണ്, പർവ്വതങ്ങൾ, കുന്നുകൾ അതെല്ലാം തന്നെ തച്ചുടച്ചുകൊണ്ട് റിസോർട്ടുകളാക്കി മാറ്റുകയാണ്. മുമ്പ് നെൽവയലുകൾ ധാരാളമായി നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. കണ്ണീർ തടങ്ങളായിരുന്നു നെൽവയലുകൾ. നമുക്കാവശ്യമുള്ള വെള്ളത്തിന്റെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെയും നാം നികത്തി മണ്ണിട്ട് കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതിയോട് നാം ചെയ്തതിന്റെ അതിന്റെ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായും നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം പ്രകൃതിയോടുള്ള അവസ്ഥകളെ നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. വെള്ളം ഉണ്ടാകുവാനുണ്ടായിരുന്ന സംവിധാനങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പറഞ്ഞ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ വളരെയധികം പ്രസക്തമാണ്. കേവലം ഒരു മഴയുമായി ബന്ധപ്പെട്ടതല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി അതിന്റെ കൂട്ടത്തിൽ ചേർത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ ഖംസുൻ ഇദാ ഉബ്തിലിതും ബിഹിന്ന ഫഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. മുഹാജിറുകളെ സംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ അത് നിങ്ങൾക്ക് സംഭവിക്കുന്നതിനെ ഞാൻ അല്ലാഹുവിനോട് ശരണം തേടുന്നു. ഒന്നാമത്തെ കാര്യം, ലം തുദ്ഹറിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാബി. മ്ലേച്ഛത, അധാർമികത, സംസ്കാരശൂന്യത, അശ്ലീലത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ പ്രകടമായി വന്നാൽ, പരസ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പ്രകടമായി വന്നിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിന് കോളറ പോലെയുള്ള, ദാരിദ്ര്യം പോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്. കോവിഡ് പോലെയുള്ള മഹാമാരികൾ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു, മുമ്പുള്ള ആളുകൾക്ക് ഉണ്ടാകാത്ത പോലുള്ള പലതുകൊണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഇത് ഒന്നാമത്തെ കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വലം യംഖുസു അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഅ്ന വജൗലി സുൽത്താൻ അലൈഹി. അളക്കത്തിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ ഭാഷയിൽ അത് വളരെയധികം കഠിനമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാലവിപത്തുകൾ, ഏത് വിപത്താണ് എന്ന് പറയുവാൻ നമുക്കറിയില്ല, കാലവിപത്തുകൾ അത് അവരെ ബാധിക്കും. അതുപോലെ തന്നെ ദാരിദ്ര്യം അവരെ പിടികൂടും. അതുപോലെ സുൽത്താൻ അലൈഹിം, ഭരണാധികാരിയുടെ അതിക്രമങ്ങൾക്ക് അവർ ഇരയാകേണ്ടി. മൂന്നാമതായി കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖിദ്റ മിന അസ്സമാ വലൗല അൽ ബഹായിം ലം യുംദിഉ. മൂന്നാമത്തെ കാര്യം, പാവങ്ങളുടെ, ദരിദ്രന്മാരുടെ അവകാശമായ സകാത്ത് നൽകാതിരുന്നാൽ. സകാത്ത് നൽകേണ്ടതായ സന്ദർഭമായിരുന്നു. അങ്ങനെ സകാത്ത് നൽകാതിരുന്നാൽ അല്ലാഹു തആല ആകാശത്ത് നിന്നും മഴ വർഷിക്കുന്നതിനെ തടയുന്നതാണ്. ലൗലൽ ബഹായിം ലം യുംദിഉ. അപ്പോൾ നിങ്ങൾക്ക് മഴ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം മൃഗങ്ങളാണ്, നാൽക്കാലികളാണ്. അവരില്ലെങ്കിൽ അതുപോലും നിങ്ങൾക്ക് ലഭിക്കുകയില്ലായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല മഴയെ തടഞ്ഞു നിർത്തുന്നു. നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംഖുദു ബിഅഹദില്ലാഹി വഅഹദി റസൂലിഹി ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം വഅഖദു ബിബഅദി മാ ഫീ ഐദിഹിം. അല്ലാഹുമായുള്ള കരാർ ലംഘിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാർ ലംഘിച്ചാൽ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായ ജീവിതം നടത്താമെന്ന് കരാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ കരാർ ലംഘിക്കുകയാണെങ്കിൽ അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി അദുവൻ മിൻ ഗൈരിഹിം, നിങ്ങളുടെ ശത്രുവിനെ പിടിച്ച് നിങ്ങളുടെ ഭരണാധികാരിയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യം പ്രവാചകൻ പഠിപ്പിച്ചു, വമാലം തഹ്കും വഇമ്മത്തുഹും ബികിതാബില്ലാഹ്. അവരുടെ നേതാക്കൾ, അവരുടെ ഇമാമുമാർ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വിധിക്കുന്നില്ലെങ്കിൽ, വയതഖയ്യറു മിമ്മാ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅ്സഹും ബൈനഹും. അവർക്ക് തോന്നിയതുപോലെ അല്ലാഹുവിന്റെ കിതാബുകൾക്ക് വിരുദ്ധമായി അവർ വിധി നടപ്പിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് അവർക്കിടയിൽ ശത്രുതയും പ്രയാസങ്ങളും ഉണ്ടാകുവാൻ കാരണമായി തീരുന്നതാണ്. ഈ 5 കാര്യങ്ങളെ സംബന്ധിച്ചും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ചില വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം
ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു തന്റെ അടിയാറുകളെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിനോട് അതിക്രമം കാണിച്ച എന്നെ അടിയാറുകളെ. അങ്ങനെയാണ് അല്ലാഹു തആല വിളിച്ചത്. സ്വന്തത്തിനോട് അതിക്രമം കാണിച്ച അടിയാറുകളെ നിങ്ങൾ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും ഒരിക്കലും നിരാശരാകേണ്ടതില്ല. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല സകലമായ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ പാപമോചനത്തിന് അർത്ഥിക്കുകയാണ് വേണ്ടത്. സത്യവിശ്വാസികളുടെ സ്വഭാവം തന്നെ ഖുർആനിൽ എടുത്തു പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. അവർ വല്ല മേഖല ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്വന്തത്തിനോട് അനീതി കാണിക്കുകയാണെങ്കിൽ, അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ, എന്നിട്ട് അവർ അല്ലാഹുവിനെ ഓർക്കുകയും അവർ തങ്ങളുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് അർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ സ്വഭാവം. തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന കാലത്തോളം അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്നും ഖുർആനിൽ നമുക്ക് കാണാം. വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിനോട് പാപമോചനം അർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നാം അല്ലാഹുവിനോട് നമ്മുടെ തെറ്റുകൾ അല്ലാഹുവിനോട് പുറത്തു തരുവാൻ വേണ്ടി ആവശ്യപ്പെടേണ്ടതായ സന്ദർഭം. അതാണ് ഞാൻ സൂറത്ത് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞ ചില ആയത്തുകൾ, ആ കാര്യങ്ങളാണ് ഞാൻ ആദ്യത്തിൽ ഓടിയത്. അദ്ദേഹത്തിന്റെ സമൂഹം, അദ്ദേഹം 950 വർഷങ്ങളോളം പ്രബോധനം നടത്തിയിട്ട് അദ്ദേഹത്തിനോട് എതിർപ്പ് മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ്, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ഇസ്തിഗ്ഫാർ നടത്തുക, കാരണം അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് സന്താനവും സമ്പത്തും അവൻ നൽകിക്കൊണ്ട് നിങ്ങൾ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് തോട്ടങ്ങളും മരുവികളും അവൻ ഉണ്ടാക്കി തരുന്നതാണ്. ഒരൊറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ രക്ഷിതാവിനോട് തെറ്റുകൾ പുറത്തു തരുവാൻ വേണ്ടി ആവശ്യപ്പെടുക. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവൻ ധാരാളിയായി മഴ വർഷിപ്പിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ സന്താനങ്ങളെ നൽകും. ദാരിദ്ര്യമുണ്ടെങ്കിൽ അവൻ സമ്പത്ത് നൽകും. നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും അവൻ നൽകുന്നതാണ്. ഇസ്തിഗ്ഫാർ നടത്തണം എന്നായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞു. ഇത് തന്നെയാണ് പലപ്പോഴും ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇമാം ഹസനോട് ഒരാൾ ആവശ്യപ്പെട്ടു, എനിക്കിങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ ആളോട് റബ്ബക്കും, കുട്ടികളില്ല എന്ന് പറഞ്ഞ ആളോടും അദ്ദേഹം പറഞ്ഞു റബ്ബക്കും, വയൽച്ചയാണ് എന്ന് പറഞ്ഞ ആളോടും അദ്ദേഹം പറഞ്ഞു റബ്ബക്കും. ഇത് കേട്ടനാണ് ചോദിച്ചു, എല്ലാത്തിനും ഒരൊറ്റ മരുന്ന് തന്നെയാണ് എന്ന് ചോദിച്ചപ്പോ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞ ആയത്ത് താങ്കൾ കേട്ടിട്ടില്ലയോ എന്നാണ് അദ്ദേഹം ചോദിച്ചപ്പോ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനത്തിന് അർപ്പിക്കുക. അതിനുശേഷം നാം അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലാഹു തആല മഴ നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ابن آدم أنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي. അല്ലാഹു ഇബ്ന ആദം മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നോട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്റെ എല്ലാവരുടെ പാപങ്ങളും പുറത്തു തരുന്നതാണ്. വല ഉബാലി, അത് എത്ര തന്നെയാണെങ്കിലും ഞാൻ അതിനെ പരിഗണിക്കുകയില്ല. ഇബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന സമാ ثم ആകാശത്തോളം മുട്ടുന്ന പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് നീ പാപമോചനത്തിന് അർപ്പിച്ചുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്കത് പുറത്തു തരുന്നതാണ്
ഞാൻ എന്റെ പാപങ്ങളെ പരിഗണിക്കുന്നതല്ല, അത് ഞാൻ നിനക്ക് കൊടുത്തു തരും. ഇങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ദിവസത്തിൽ 70 തരം പ്രാവശ്യം അല്ലാഹുമ്മ ഗ്ഫിർ ലി എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം 100 പ്രാവശ്യം ഞാൻ ഒരു ദിവസത്തിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറഞ്ഞ എല്ലാ ദിവസത്തിലും നിങ്ങൾക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞതായ പ്രാർത്ഥന അറിയുന്നവരായിരിക്കും. അതുപോലെയുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹ്ദിക വവഅഹ്ദിക മസ്തതഅതു തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെല്ലുകയും അല്ലാഹുവിനോട് തെറ്റുകൾ വാക്കാലും പ്രവൃത്തിയാലും പാപമോചനത്തിൽ അർപ്പിക്കുകയും ചെയ്യുക, ഇതാണ് സഹോദരന്മാരെ നാം ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുവാൻ ഇത് മതിയാകുന്നതാണ്. അതുകൊണ്ട് നാം തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ തെറ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു മഴ വർഷിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله نحمده ونصلي على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുക. ചെറിയ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂട് നമുക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതല്ലാത്ത വേറെയും കുറച്ച് ചൂടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമുക്ക് 2 ചൂടുകൾ കൂടി ഇതിൽ ചൂട് നമ്മൾ അറിയുന്നത്. ഒന്ന് ഖബറിലെ ചൂടാണ്. നമുക്കൊക്കെയും മരിച്ചു പോകേണ്ടവരാണ്. മരിച്ചു പോയാൽ ഖബറിൽ നമ്മളെ ദഫൻ ചെയ്ത് ആളുകൾ പോന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുമെന്നും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് നരകത്തിൽ നിന്നുള്ള വിരിപ്പ് നൽകണം. നരകത്തിൽ നിന്നുള്ള തീയിനാലുള്ള വസ്ത്രം അയാൾക്ക് നൽകണം. മാത്രമല്ല ഈ ഖബറിലേക്ക് നരകത്തിൽ നിന്നും ഒരു വാതിൽ തുറന്നു വെക്കണം. ആ നരകത്തിൽ നിന്നുള്ള ചൂടും അതിന്റെ ദുർഗന്ധവും അയാളുടെ ഖബറിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചൂട് നമുക്ക് സഹിക്കേണ്ടത്. ഈ ചൂടിനെ തടുക്കുവാൻ വേണ്ടി സദഖ നൽകണം. അതുപോലെ തിലാവത്തുൽ ഖുർആനൊക്കെയും ഖബറിലെ ചൂടിൽ നിന്നുള്ള രക്ഷാമാർഗമാണ് എന്നും പഠിപ്പിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു ചൂടാണ് മഹ്ശറയിലെ ചൂട്. നിങ്ങൾക്കറിയാമല്ലോ, മഹ്ശറയിലെ ആളുകൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുവാൻ വേണ്ടി അവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അതിൽ ചൂടനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. കഠിനമായ ചൂട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് അവർ പറയുമെന്നാണ്, നരകത്തിലേക്കാണെങ്കിലും ഞങ്ങളെ ഇവിടെ നിന്നും ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുന്നതായ അവസ്ഥ. അല്ലാഹു തആല ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അവിടെ തണലിട്ട് കൊടുക്കുമെന്നൊക്കെയും ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ കഠിനമായ മറ്റൊരു ചൂടിന്റെ സന്ദർഭമാണ് മഹ്ശറയിലെ ചൂട്. മൂന്നാമത്തെ ചൂട് ഇതൊന്നുമല്ല, അതിൻ്റെയൊക്കെ അപ്പുറം നരകത്തിലെ ചൂട്. ചൂടിന്റെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായ ചൂട് അത് നരകത്തിലെ ചൂട്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മുഴുവനുള്ള ചൂട്
നരകത്തിലെ ചൂടിന്റെ 70 ഭാഗങ്ങളിൽ ഒരംശം മാത്രമാണ്. അതിന്റെ 69 ഇരട്ടി വേറെ കിടക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു ചെറിയ അംശം നമുക്ക് സഹിക്കുവാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ചൂടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ 70 ഇരട്ടി ഉണ്ടാകുന്ന ചൂടിൽ കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് നാം എത്തിപ്പെടുന്നതെങ്കിൽ ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. എപ്പോഴും സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഇതുപോലെയുള്ള എല്ലാവിധ ചൂടുകളിൽ നിന്നും അല്ലാഹു തആല നമ്മെവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പോൾ 3 പ്രാർത്ഥനകൾ നമുക്ക് മറക്കുവാൻ പാടില്ല. ഒന്ന്, ഇപ്പോ നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ അഗ്ഹിസ്നാ ഗൈസൻ മുഗീസൻ നനീഅൻ മരീഅ, നമുക്ക് മഴ വർഷിപ്പിക്കുവാനുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കണം. രണ്ടാമത് നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹംനാ, പിന്നെ ഭയപ്പെടാത്ത, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളെ ഞങ്ങളെ ഭരണാധികാരിയാക്കരുത് എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത് അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീന വഫീ കുല്ലി മക്കാൻ, ഫലസ്തീനിലും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ സഹായിക്കുവാനുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഒരു സമയത്ത് പോലും ഈ 3 പ്രാർത്ഥനകളും നാം മറന്നു പോകുവാൻ പാടില്ല. നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷവും മറ്റു സന്ദർഭങ്ങളിലും ഈ പ്രാർത്ഥന സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രത്യേകമായി പറയുകയാണ്. അല്ലാഹു തആല നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ. ഈ കഠിനമായ ചൂടിൽ നിന്നും അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. എത്രയും വേഗത്തിൽ തന്നെ നമുക്ക് മഴ, അവന്റെ അനുഗ്രഹമായ മഴ വർഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലാഹു തആല ഉണ്ടാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സഹോദരങ്ങളെ, ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങളെ അല്ലാഹു അവന്റെ മഹത്തായ സഹായം നൽകിക്കൊണ്ട് സഹായിക്കുമാറാകട്ടെ. اللهم اغثنا غيثا مغيثا هنيئا مريئا، اللهم اغثنا غيثا مغيثا هنيئا مريئا، اللهم اغثنا غيثا مغيثا هنيئا مريئا، اللهم لا تسلط علينا من لا يخافك ولا يرحمنا، اللهم لا تسلط علينا من لا يخافك ولا يرحمنا، اللهم لا تسلط علينا من لا يخافك ولا يرحمنا، اللهم انصر اخواننا في فلسطين وفي كل مكان، اللهم انصر اخواننا في فلسطين وفي كل مكان، اللهم انصر اخواننا في كل مكان، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.